ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിതാ ഇവിടെ ഒരു പാനിൽ 2 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് ശർക്കര ഒക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനിതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/3 കപ്പ് കൂവപ്പൊടിയാണ്. കൂവപ്പൊടി എന്തുകൊണ്ടും ഈ ഒരു സമയത്ത്, ഈ ഒരു ചൂട് സമയത്ത് ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ കൂവപ്പൊടി നല്ലത് തന്നെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കൂവപ്പൊടിയാണ് കേട്ടോ. ഹോം മെയ്ഡ് കൂവപ്പൊടി വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ല കൂവപ്പൊടി 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയിട്ടുള്ള കൂവപ്പൊടിയാണ്. ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അവർ കൊറിയറായിട്ട് അയച്ചു തരും. അപ്പോൾ ഈ ഒരു കൂവപ്പൊടി ഞാൻ എടുത്തിട്ട് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ അത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് കുറച്ച് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. കുറവ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ ചിരകിയിട്ട് ചേർക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി കഴിഞ്ഞപ്പോൾ ഇത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് അരിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആ ഒരു കൂവപ്പൊടിയുടെ മിക്സും അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് ഇതൊന്ന് കൈയെടുക്കാതെ ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൂവപ്പായസം റെഡിയായി. കൂവപ്പായസം എന്നോ അല്ലെങ്കിൽ കൂവ വരകിയത് എന്നൊക്കെ പറയാം കേട്ടോ. പ്രത്യേകിച്ച് തിരുവാതിരയ്ക്കൊക്കെയാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ചൂട് സമയത്ത് എന്തുകൊണ്ടും ഇതൊക്കെ കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്